ഗൈസ്, ഇന്ന് ഞങ്ങളുടെ ടീമിന്റെ പുതിയൊരു സിനിമയുടെ ലോഞ്ചിങ് ആണ്. ഇന്ന് അതിന്റെ പൂജയാണ്. അപ്പോൾ സിനിമയുടെ പേര് ഒരു സസ്പെൻസ് ആണ്. നമുക്ക് എന്തായാലും പോയി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിനിമയുടെ പേര്, വല്യച്ഛൻ. ഓക്കെ, അപ്പോൾ നമ്മളെ നെക്സ്റ്റ് പുതിയ സിനിമയാണ്, അതിന്റെ പൂജയൊക്കെയാണ്. നമ്മളെ ഡയറക്ടർ പഴയ ആള് തന്നെ, വി വിൽഫ്രഡ് ഏട്ടൻ തന്നെ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയുടെ പേര് കണ്ടല്ലോ, ഈശോ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. നമ്മുടെ വൈദികരെല്ലാവരും അവിടെ ഉണ്ട്. നമുക്കിനി പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടീമും അതിൽ റെഡിയാണ്. ഈ സിനിമയുടെയും ക്രിയേറ്റീവ് ഹെഡ് നമ്മുടെ വിൽസൺ അച്ഛൻ തന്നെയാണ്. കൂടെ വിൽഫ്രഡ് ഏട്ടനും ഉണ്ട്. അതായത് നമ്മുടെ കുരിശുമലയുടെ സ്വന്തം എല്ലാമായ ജയന്തി മാമി എല്ലാവർക്കും സ്വാഗതമൊക്കെ പറഞ്ഞ് എല്ലാവരും അവരവരെ കസേര എല്ലാം ഇരുത്തി. നമ്മുടെ ഈ നാട്ടിലെ ഈ സിനിമ എന്ന് പറഞ്ഞപ്പോൾ നമുക്കിത് കാണാൻ വേണ്ടി, പൂജ കാണാൻ വേണ്ടിയിട്ട് നിറയെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നത് നമ്മുടെ സ്വന്തം അധ്യക്ഷനായിരുന്നു. അധ്യക്ഷൻ വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ഡയറക്ടറാണ്, വിൽഫ്രഡ് ഏട്ടനാണ് തന്നെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത്. പുള്ളിക്കാരൻ വന്ന് നമ്മുടെ സിനിമയെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എങ്ങനെയാണ് സിനിമ ചെയ്യുന്നത്, അതിനെയൊക്കെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞ് ഒരു അധ്യക്ഷ പ്രസംഗം തുടങ്ങി. ഡയറക്ടർ പ്രസംഗം കഴിഞ്ഞതും അടുത്ത് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കടന്നു. നമ്മുടെ പൂജ തിരി കൊളുത്തി അങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മളെ ക്രിയേറ്റീവ് ഹെഡ് ആയ അച്ഛൻ തന്നെ അങ്ങ് മുൻകൈ എടുത്ത് അങ്ങ് തിരി കൊളുത്തി. നമ്മുടെ വല്യച്ഛൻ എന്ന ഒരു ഉണ്ടോ ബാക്ക്ഗ്രൗണ്ട് പോസ്റ്ററൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, വല്യച്ഛൻ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വൈദികരെല്ലാം ചേർന്ന് ഒരുമിച്ച് നിന്ന് ആ ഒരു തിരി കൊളുത്തി നമുക്ക് പൂജാകർമ്മം അങ്ങ് നിർവഹിച്ചു. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ വിൽസന്റെ അച്ഛൻ വന്നിട്ട് നമുക്ക് സിനിമയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആ സിനിമയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്, സിനിമയ്ക്കകത്ത് എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ സംഭവിക്കും എന്നുണ്ട് ചെറിയൊരു വലിയച്ഛൻ്റെ ആ സിനിമയെക്കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തന്നിരുന്നു. അങ്ങനെ ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി സിനിമ എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ ഡയറക്ടറൊക്കെ ഇനി സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സെറ്റിംഗ് അടിപൊളിയായിരിക്കും. അതിനുശേഷം നമ്മുടെ സ്റ്റാൻലി അച്ഛൻ ഒരു ആശംസ പ്രസംഗം നടത്തി. അതിനുശേഷം നമ്മുടെ സിസ്റ്റർ ഒരു അടിപൊളിയായിട്ടൊരു ആശംസ പ്രസംഗം നടത്തി. ഈ സിസ്റ്ററാണ് നമ്മുടെ കഥയൊക്കെ ചെറുതായിട്ട് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം വരുന്നത് നമ്മുടെ ഈ സിസ്റ്ററും അതുപോലെ തന്നെ അച്ഛനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ വല്യച്ഛൻ്റെ ഇടവകക്കാരിയാണ്. അതിനുശേഷം നമ്മുടെ ഫെറോന വികാരി അനിലച്ഛൻ 2 വാക്ക് സംസാരിച്ചു, ആശംസയൊക്കെ നേർന്നു. ഇന്ന് നമ്മുടെ വിൽസന്റെ അച്ഛൻ്റെ പിറന്നാളാണ്, ക്രിയേറ്റീവ് ഹെഡിന്റെ. അപ്പോൾ അച്ഛന് വേണ്ടിയൊക്കെ ഒരു ജന്മദിനം ആശംസയൊക്കെ നേർന്നു. അത് കേക്ക് മുറിക്കുള്ള ചെറിയൊരു പരിപാടിയിൽ ഇങ്ങനെ നമ്മൾ കിടക്കുകയാണ്. പിന്നെ ഉടനെ തന്നെ അച്ഛൻ വന്നു, അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് മുറിക്കുകയുണ്ടായി. കേക്ക് എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ അനിലച്ഛൻ കേക്ക് മുറിച്ച് അച്ഛന് കൊടുക്കുകയുണ്ടായി. അങ്ങനെ മധുരം അച്ഛൻ പകർന്നു കൊടുക്കുകയുണ്ടായി. അച്ഛനും സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളെ പ്രജിത്തേട്ടൻ വന്ന എല്ലാവർക്കും ഒരു നന്ദി, ഒറ്റ വാക്കിലങ്ങ് എല്ലാവർക്കും ഒരു നന്ദിയൊക്കെ പ്രയോഗം പറഞ്ഞു. അതോടെ ആ യോഗം അങ്ങ് അവസാനിപ്പിച്ചു. പൂജാകർമ്മം തീർന്നതും ഡയറക്ടർ നമ്മുടെ ഷോട്ടൊക്കെ എടുത്തോണ്ട് എസ്കേപ്പ് നാട് വിട്ടു. പിന്നെ എല്ലാവരും ഷാക്കൻ്റെ കൊടുത്ത് എല്ലാവരും ഓരോരോ വീടുകളിലേക്ക് ബൈ ബൈ.